ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടാണ്? പൊന്മുടിയിലേക്ക്. കുറച്ച് നാളായി പൊന്മുടിയിലൊക്കെ പോയിട്ട്. ഇപ്പോൾ സീസൺ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പോയപ്പോൾ വിളിച്ചതാണ്. പക്ഷേ പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നേരത്തെ വിളിച്ചായിരുന്നു. പക്ഷേ അപ്പോഴ് പോകുന്നില്ല എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ തലേദിവസം ഒന്നും കൂടി വിളിച്ചപ്പോഴും എൻ്റെ മോളുടെ നിർബന്ധം കാരണം പോകാമെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പാണ്. അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്തതൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തലേദിവസം രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് പോകാമെന്ന് തീരുമാനത്തിലെത്തിയത്. അങ്ങനെ പെട്ടെന്ന് പോകുന്നൊരു ട്രിപ്പാണ്. ഞാനും ദേവും ആച്ചൂസും കൂടെയാണ് ഇവിടെ വീട്ടിൽ നിന്ന് പോയത്. വേറെ ആരും വന്നില്ല. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോയത് ഇത്രയും ഫാമിലി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ആകെ 2 പേരെ മാത്രമേ മുൻപേ അറിയുന്നുള്ളവരുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പക്ഷേ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും നല്ല സ്നേഹവും കാര്യവും ഒക്കെ ആയിരുന്നു. എനിക്ക് എല്ലാവരെയും ഒത്തിരി ഇഷ്ടമായി. അച്ചൂസ് വളരെ ഹാപ്പി ആയിരുന്നു. അച്ചൂസ് മാത്രമല്ല ദേവും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പോയ വണ്ടി. കല്ലൂസ് എന്നാണ് വണ്ടിയുടെ പേര്. അതുപോലെ തന്നെ ഇതായിരുന്നു വണ്ടിയിലെ ചേട്ടന്മാർ. അവരുടെ പേരൊന്നും ചോദിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു വണ്ടിയിലുള്ള ബാക്കി ആൾക്കാർ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങ് സെറ്റായി. പിന്നെ പാട്ടും ഡാൻസും ഒരു ബഹളമായിരുന്നു. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തുന്നതിന് കുറച്ച് താഴെയായിട്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ ഇരുന്ന് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ല എല്ലാവരും ഒരേ വൈബായിരുന്നു. കുട്ടികളും വലിയ വലിയ ആൾക്കാരും അമ്മമാരും എല്ലാം ഒരേ വൈബായിരുന്നു. അടിച്ച് പൊളിച്ച് പോയൊരു ട്രിപ്പാണ്. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിലുള്ള അമ്മമാരൊന്നും ഇതുപോലെ ഡാൻസൊന്നും കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി. നല്ല എല്ലാവരും ഒരേ വൈബുള്ളവരായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇവരുടെ കൂടെ കൂടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിവരെ ആദ്യമായിട്ട് കാണുന്നവരായിട്ടുള്ളൊരു ഫീലേ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് നാളായിട്ട് അറിയുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് നമ്മളുമായിട്ട് അങ്ങ് സെറ്റായായിരുന്നു. എല്ലാവരും അങ്ങ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും നല്ല സ്നേഹമായിരുന്നു. അതുപോലെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരമൊന്നും കൊണ്ടുപോയില്ല, കാപ്പിയൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന കാപ്പി നമുക്കും കൂടെ ഷെയർ ചെയ്തു. ഒരു ഫാമിലി, അതായത് പല ഫാമിലിയിൽ നിന്ന് വന്നതാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരൊറ്റ ഫാമിലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഈ ട്രിപ്പ് മിസ് ചെയ്തിരുന്നെങ്കിൽ എനിക്കത് വലിയൊരു നഷ്ടമായിരുന്നേനായിരുന്നു. അപ്പോൾ വിഷ്ണുവിനോട് ഒരുപാട് താങ്ക്സ്. അങ്ങനെ വണ്ടി അവിടെ കുറച്ച് നേരം ഇട്ട് ഡാൻസൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിലെത്തിയതിന് ശേഷമാണ് നമ്മൾ കാപ്പിയൊക്കെ കഴിച്ചത്. അതിന് ശേഷം ഉള്ള വ്യൂ ആണ് ഇതൊക്കെ. ഭയങ്കര കോടയായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ തണുപ്പ് അങ്ങനെ പറ്റത്തില്ല. ഞാൻ താഴെ എത്തിയപ്പോൾ തന്നെ ജാക്കറ്റൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കോട മാത്രമല്ലായിരുന്നു, നമ്മൾ പോയതിൻ്റെ അന്ന് നല്ല മഴയായിരുന്നു. മഴയുള്ളൊരു ദിവസമായിരുന്നു. നമ്മളെ കയ്യിൽ റെയിൻ കോട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ മഴ പെയ്ത സമയത്ത് കുറച്ച് സമയം വണ്ടിയിലും കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ കാറ്റില്ലാത്ത സമയത്ത് നമ്മൾ കുടയും കൂടെ പിടിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. ചേച്ചിയുടെ അനിയത്തിയുടെ ഒരു സ്നേഹം കണ്ടു. വീട്ടിൽ പൊരിഞ്ഞ അടിയാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ഡാൻസായി, പാട്ടായി, ബഹളമായി. പിന്നെ ഒരു ഡാൻസ് കളിച്ചതാണ്. ഒരാൾ തെക്കോട്ട് പോകുമ്പോൾ ഒരാൾ വടക്കോട്ടായിരുന്നു. പ്ലാനൊന്നും ചെയ്തതല്ല. പെട്ടെന്ന് അവിടെ എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ടപ്പോൾ അവരും കൂടെ കളിച്ചതാണ്. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ഡാൻസ് കളിച്ചായിരുന്നു. ഫുഡ് കഴിക്കാനാണ് ഇരിക്കുന്നത്. ചോറുണ്ടോന്നില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്ട് ഒരു കനി കണ്ടിട്ട് ആദ്യ പോകുന്നു. ഇല്ല ഇതെന്താണ്? കോട്ടയത്തിലൊക്കെ മാറ്റി പൂരിയാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നായിരുന്നു കഴിച്ചത്. നല്ല ചൂട് പൂരിയും അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂട് കട്ടനും ഉണ്ടായിരുന്നു. അത് കുടിച്ചപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസമായത്. ഞാൻ നല്ല തണുത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവിടെ അട്ട ഉണ്ടായിരുന്നു. അട്ട എനിക്ക് നല്ല പേടിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും കാലിൽ അങ്ങനെ കയറിയിട്ടുണ്ടോ എന്ന്. കാരണം വെച്ചാൽ അവിടെ എല്ലാവരും കാലിൽ ഇതുപോലെ കൊളയട്ട കയറിയിട്ട് ചോര കുടിച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെയുണ്ട്.
അപ്പോൾ ഇതാണ് വിഷ്ണു, ഇവനാണ് എന്നെ ഈ ട്രിപ്പിന് വിളിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ട്രിപ്പിന് പോയത്. ആദ്യം പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്, പിന്നെ എന്തോ മോളുടെ നിർബന്ധം കാരണം പോയതാണ്. പക്ഷേ പോയില്ലായിരുന്നെങ്കിൽ എനിക്കതൊരു വലിയ നഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു, ഒരുപാട് ഫോട്ടോ എടുത്തു. എല്ലാന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കുറച്ച് ഫോട്ടോ മാത്രം ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഷോർട്സ് ആയിട്ട് ഇന്നലെ ഇട്ടിരുന്നു, കുറച്ച് ഫോട്ടോകൾ ഷോർട്സ് ആയിട്ട് ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ പൊന്മുടി പ്ലേസ് എത്ര പേർക്ക് ഇഷ്ടമാണ്? അപ്പോൾ ആ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു കുട്ടിയെ കിട്ടി. ഇതാണ് രുക്കു നമ്മളുമായിട്ട് സെറ്റായി, നമ്മളൂടെ വരുന്നെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പൊന്മുടിയിലെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ.